പ്രൈസ് ദൈവത്തിന്റെ പരിശുദ്ധമായ നാമം വാഴ്ത്തോട് വരാട്ടെ. ഈ രാത്രി സമയത്ത് വേളയിൽ നിങ്ങൾ ഒരുമിച്ച് ദൈവത്തെ ഉയർത്തുവാൻ അവിടുത്തെ വചനത്തിൽ നിന്ന് സംസാരിപ്പാൻ ദൈവം ഒരുക്കുന്ന അവസ്ഥനായി കർത്താവിനെ സ്തുതിക്കുന്നു. ഇതിനായിട്ട് ഒരവസരം ഒരുക്കുന്ന പാസ്റ്ററിനോട് നന്ദി അറിയിക്കുന്നു. മുഹൂർത്തങ്ങളൊക്കെ പറഞ്ഞ് സമയം ദീർഘിപ്പിക്കുന്നതിന് മുമ്പ് അതൊക്കെ മാറ്റിവെച്ചിട്ട് ദൈവവചനത്തിലേക്ക് നമ്മൾ ശ്രദ്ധയെ തിരിക്കാം. ഇന്ന് ഞാൻ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്ന അല്ലെങ്കിൽ നമുക്ക് ഒരുമിച്ച് ചിന്തിക്കാൻ ഉദ്ദേശിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. Where are you, God, when I need you the most? എന്റെ ഏറ്റവും ആവശ്യമുള്ള സമയത്ത് ദൈവമേ നീ എവിടെയാണ്? സങ്കീർത്തനം 10-ാം സങ്കീർത്തനത്തിൽ 1-ാം വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു, യഹോവേ നീ ദൂരത്ത് നിൽക്കുന്നത് എന്ത്? കഷ്ടകാലത്ത് നീ മറിഞ്ഞു കളയുന്നു. Why do you stand far away, Lord? Amen. Why do you hide yourself in times of trouble? Amen. Amen. എല്ലാ വിശ്വാസിയും, every believer faces seasons like that feel like silence from heaven. Hallelujah. പ്രാർത്ഥനകൾക്ക് മറുപടിയില്ല. Amen. നമ്മുടെ ശക്തി കുറഞ്ഞു പോകുന്നു. Strength is fading. Amen. Fear is growing. Yes, yes. ഭയം വളരുന്നു. Promises ഒന്നും ഫുൾഫിൽ ആകുന്നില്ല. Amen. അപ്പോൾ നമ്മുടെ ഹൃദയം നമ്മളോട് തന്നെ ചോദിക്കുകയാണ്, Where are you, God? Hallelujah. നമ്മളോട് തന്നെ നമ്മുടെ ഹൃദയത്തിലൂടെ ആ ചോദ്യം ചോദിക്കുകയാണ്, Where are you, God? Hallelujah. When I need you the most. Amen. നമ്മുടെ ദൈവവചനത്തിലേക്ക് നോക്കിയാൽ പഴയ നിയമ പുസ്തകങ്ങളിലും പുതിയ നിയമത്തിലും ഒക്കെ ഈ ഒരു ചോദ്യം അനേക ആൾക്കാർ ചോദിച്ചിട്ടുണ്ടാവും. Hallelujah. ജോസഫിന്റെ ജീവിതത്തിലേക്ക് നോക്കിയേ. Amen. Amen. When he was in the pit. Amen. When he was being sold to the Egyptians. Amen. And when he was in the Potiphar's house. Hallelujah. And in the jail. Amen. He had many occasions. അവന്റെ ജീവിതത്തിൽ പല ഒക്കേഷൻസ് ഉണ്ടായിരുന്നു നമ്മൾ ചോദിക്കാൻ, ദൈവമേ നീ എവിടെ? എനിക്ക് നിന്നെ ഏറ്റവും ആവശ്യമുള്ള ഈ സമയത്ത് നീ എവിടെ? ദാവീദിന്റെ ജീവിതത്തോട് നോക്കിയാലോ. After being anointed, when he went back to the wilderness, രാജാവായിട്ട് അഭിഷേകം ചെയ്തിട്ട് അവൻ എങ്ങോട്ടാ പോയത്? കാട്ടിലേക്ക് ആടുകളെ മേയ്ക്കാനാണ് പോയത്. അവൻ ആ ആടിനെ മേയിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവന്റെ ഉള്ളിലുള്ള ചോദ്യം ഇതായിരിക്കും, ദൈവമേ നീ എവിടെ? എന്നെ അഭിഷേകം ചെയ്തിട്ട് നീ തന്റെ രാജാവായ അല്ലെങ്കിൽ തനിക്ക് മുമ്പ് രാജാവായിരുന്ന ശൗൽ തന്നെ ഇങ്ങനെ ഒരു വേട്ട ഒരു ഈച്ചയെ പോലെ ഫോളോ ചെയ്യുമ്പോൾ, എന്നെ കൊല്ലാൻ വേണ്ടി ഇങ്ങനെ പുറകെ നടക്കുമ്പോൾ അവൻ ചോദ്യം ഇതായിരിക്കും, Where are you, God? When I need you the most. തന്റെ മകനായ അബ്ശാലോം, when his son Absalom was trying to kill him like his own father. ആ സമയത്ത് അവൻ ചോദ്യം ഇതായിരുന്നു. പുതിയ നിയമത്തിലേക്ക് വരുവാണെങ്കിൽ പൗലോസ് അപ്പോസ്തലൻ പല പ്രാവശ്യം ഈ ചോദ്യം ചോദിച്ചാണ്. തന്നെ ലിസ്ത്രയിൽ അവനെ കല്ലെറിയുമ്പോൾ, അല്ലെങ്കിൽ when he was dragged to the ground at Lystra, he might have asked this question, Where are you, God? I need you now, but where are you? ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ ഈ വേദപുസ്തകത്തിലുള്ള വിശുദ്ധന്മാർക്ക് മാത്രമല്ല, നമ്മുടെയൊക്കെ ഓരോരുത്തരുടെയും ഈ സമയത്ത് ഇങ്ങനെയുള്ളൊരു സമയത്ത് നമുക്ക് ഏറ്റവും ആശ്വാസം തരുന്ന, അല്ലെങ്കിൽ ഒരു ഇതിനുവേണ്ടി ദൈവം നമുക്ക് ഗിഫ്റ്റ് ആയിട്ട് തന്ന ഒരു സങ്കീർത്തനമാണ് നമ്മൾ ഇത് ചിന്തിക്കാൻ പോകുന്നത്. I would like all of us to stand up and read the word of God. To give reverence to the word of God. Psalms chapter 13, സങ്കീർത്തനം 13. നമുക്ക് ഒരുമിച്ച് വായിക്കാം. ഞാൻ വായിക്കാം, എന്റെ കൂടെ നിങ്ങൾ ചേർന്ന് വായിക്കാം. സങ്കീർത്തനം 13. യഹോവേ എത്രത്തോളം നീ എന്നെ മറന്നുകൊണ്ടിരിക്കും? നീ എത്രത്തോളം നിന്റെ മുഖത്തെ ഞാൻ കാണാതെ മറക്കും? എത്രത്തോളം ഞാൻ എന്റെ ഉള്ളിൽ വിചാരം പിടിച്ച് എന്റെ ഹൃദയത്തിൽ ദിവസം പ്രതി ദുഃഖം അനുഭവിക്കേണ്ടി വരും? എത്രത്തോളം എന്റെ ശത്രു എന്റെ മേൽ ഉയർന്നിരിക്കും? എന്റെ ദൈവമായ യഹോവയെ കടാക്ഷിക്കണമേ, എനിക്ക് ഉത്തരം നൽകണമേ. മരണത്തിൽ വായ്പാലിക്കാൻ എന്റെ കണ്ണുകളെ പ്രകാശിപ്പിക്കണമേ. ഞാൻ എന്നെ തോൽപ്പിച്ചു കളഞ്ഞു വന്ന് എന്റെ ശത്രു പറയരുത്. ഞാൻ ഭ്രമിച്ചു പോകുന്നതിനാൽ എന്റെ വയലുകൾ വിശ്വസിക്കരുത്. ഞാനോ നിന്റെ കരുണയിൽ ആശ്രയിക്കുന്നു. എന്റെ ഹൃദയം നിന്റെ രക്ഷയിൽ ആനന്ദിക്കുന്നു. യഹോവ എനിക്ക് നന്മ ചെയ്തിരിക്കുന്നുണ്ട്. ഞാൻ ഇവിടെ വെറും 6 വാക്യങ്ങൾ മാത്രമുള്ള ഒരു സങ്കീർത്തനം. ഇതിൽ ദാവീദ് ഒരു ഡെസ്പറേഷനിൽ നിന്നും സപ്ലിക്കേഷനിലേക്ക് പോകുന്നു. അവിടെ ഒരു എക്സ്പെക്ടേഷനിലേക്ക്, അല്ലെങ്കിൽ നിരാശയിൽ നിന്നും പ്രാർത്ഥനയിലേക്ക് പോകുന്ന ഒരു ദാവീദിനെ, അവിടെ നിന്നും പ്രത്യാശയിലേക്ക് പോകുന്ന ദാവീദിനെയാണ്.
ദൈവം ദൂരെയാണെന്ന് തോന്നുമ്പോൾ Amen. ഒരു വിശ്വാസി എങ്ങനെ പ്രതികരിക്കണമെന്ന് Amen. ദാവീദ് ഈ ഒരു സങ്കീർത്തനത്തിലൂടെ നമ്മളെ പഠിപ്പിക്കുകയാണ്. Yes. Hallelujah. എപ്പോഴായിരിക്കും ഈ സങ്കീർത്തനം എഴുതിയത് അതിന്റെ ശീർഷകത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നില്ല. Amen. Hallelujah. സാധാരണ ചില സങ്കീർത്തനങ്ങളൊക്കെ എപ്പോഴാണ് എഴുതിയെന്നുള്ളതിന്റെ ഒരു സാഹചര്യം കാണാം. Amen. എന്നാൽ ഈ സങ്കീർത്തനത്തിൽ അങ്ങനെ ഒരു ഭാഗം നമ്മൾ കാണുന്നില്ല. എന്നാൽ വേദപണ്ഡിതാക്കൾ ഏറ്റവും കൂടുതൽ അഭിപ്രായപ്പെടുന്നത് Amen. ശൗൽ രാജാവിൽ നിന്ന് ദാവീദ് ഒളിച്ചോടിയിരുന്ന കാലത്ത് Amen. അദ്ദേഹം ചമച്ച ഒരു സങ്കീർത്തനമാണെന്നാണ്. കൃപയേ. പലവട്ടം കൃപയേ. ശൗൽ ദാവീദിനെ കൊല്ലുവാൻ ശ്രമിച്ചു. ദാവീദ് മരുഭൂമിയിലെ ഗുഹകളിൽ ദീർഘകാലം ഒളിച്ചിരുന്നു. Amen. Amen. He often wondered why God had not fulfilled his promise of kingship. Hallelujah. തന്റെ രാജ്യത്വം എന്ന ദൈവം തന്നോട് പറഞ്ഞ പ്രോമിസ് എന്തുകൊണ്ട് ദൈവം ഇതുവരെ നിറവേറ്റിയില്ല? Amen. അവന്റെ ശത്രുക്കളായ ശൗലിന്റെ സൈന്യം, Amen. ഫിലിസ്ത്യൻസ് ഒക്കെ അവന്റെ മേൽ ഒരു അപ്പർ ഹാൻഡ് ഉണ്ടായ ഒരു സമയം. Yes. Yes. ആൻഡ് ദിസ് ഇമോഷണൽ ടോൺ ഓഫ് ദിസ് സാം ഇങ്ങനെയാണ് നമ്മളെ അവന്റെ ആ ദീർഘകാലത്തെ പേടി അല്ലെങ്കിൽ ദൈവത്തിന്റെ നിശബ്ദത, ശത്രുക്കളുടെ മേൽക്കോയ്മ, ഇതെല്ലാം മനസ്സിൽ വെച്ചുകൊണ്ട് താൻ പാടിയ ഒരു സംഗീതം. Amen. Amen. നമുക്ക് അതിന്റെ ഓരോ ഭാഗങ്ങളിലേക്ക് നോക്കാം. Hallelujah. ഒന്ന് രണ്ട് വാക്യങ്ങൾ നമ്മൾ നോക്കിയാൽ when God feels silent, Amen. Amen. bring your honest cries to him. Hallelujah. ദൈവം മിണ്ടാതിരിക്കുന്നു എന്ന് തോന്നുമ്പോൾ അവനോട് നമ്മൾ തുറന്നു പറയുക. ദാവീദ് ആ രണ്ട് വാക്യങ്ങളിൽ റിപ്പീറ്റ് ചെയ്യുന്ന ഒരു വാക്കുണ്ട്, എത്രത്തോളം. How long? David's repeated cries, how long? This is the heartbeat of the psalm. Hallelujah. How long? How long? പലപ്പോഴും നമ്മൾ തന്നെ ദൈവത്തോട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, ഹൗ ലോങ്? നമ്മുടെ വാക്യത്തിൽ എത്ര നാൾ കർത്താവ് എത്രത്തോളം എന്നെ എന്നേക്കും മറന്നു കളയും? David feels forgotten, but the scripture assures us that God does not forget us. Hallelujah. This is a feeling, right? This feeling is real. Amen. ദൈവം നമ്മളെ മറന്നു കളഞ്ഞു എന്നുള്ള ഫീലിംഗ് റിയൽ ആണ്. തീർച്ചയായിട്ടും. But the fact is wrong. Amen. This is a real feeling, but the fact is wrong. Amen. So faith does not ignore feelings. നമ്മുടെ വിശ്വാസം എന്ന് പറയുന്നത് നമുക്കൊരു വികാരം ഇല്ലാത്ത, ഒരു ചോദ്യങ്ങളും ചോദിക്കാത്ത ഒരു കാര്യമല്ല. അല്ല, ഒരിക്കലുമല്ല. പക്ഷേ വിശ്വാസം എന്ന് പറയുന്നത് Amen. it brings our feelings honestly to God. ദൈവത്തിന്റെ കരത്തിലേക്ക് നമ്മുടെ ഹൃദയാംഗമായി ദൈവസന്നിധിയിലേക്ക് നിഷ്കളങ്കമായി നമ്മളെ ആ ഫീലിംഗ്സിനെ കൊണ്ടുവരുന്നതാണ് വിശ്വാസം. മൂന്നാമത്തെ വാക്യത്തിൽ അടുത്ത ഭാഗം ഇതാണ്, how long will you hide your face from me? ദൈവം നോക്കിയാൽ ദൈവത്തിന്റെ ഫേസ് എന്ന് പറയുന്നത്, ദൈവത്തിന്റെ മുഖം എന്ന് പറയുന്നത്, it represents his favor, his blessing, his presence. ഇത് ചോദിച്ചിട്ട് ദൈവത്തോട് ഒരു കംപ്ലൈന്റ് പറയുമല്ല ദാവീദ് ചെയ്യുന്നത്, ദൈവത്തോട് ക്രൈ ഔട്ട് ചെയ്യുക. Okay? When God seems hidden, pray anyway. Hallelujah. When God seems distant, pray anyway. When you feel forgotten, worship anyway. Hallelujah. Faith is clinging to God even in the dark. ഇരുട്ടിലും ദൈവത്തെ പിടിച്ചു നിൽക്കുന്നതാണ് വിശ്വാസം. Verse 2. എത്രത്തോളം ഞാൻ എന്റെ ഉള്ളിൽ വിചാരം പിടിച്ച് എന്റെ ഹൃദയത്തിൽ ദിവസം പ്രതി ദുഃഖം അനുഭവിക്കേണ്ടി വരും. How long shall I take counsel in my soul? ഇവിടെ ദാവീദ് മാനസികമായി തകർന്നിരിക്കുന്ന ഒരു അവസ്ഥയിലാണ് ഈ സങ്കീർത്തനം ചമയ്ക്കുന്നത്. പലപ്പോഴും നമ്മുടെ പുറത്തെ ഉള്ള ബാറ്റിൽസ് ഒക്കെ തുടങ്ങുന്നത് അകത്താണല്ലേ? ബാഹ്യമായ യുദ്ധങ്ങൾ തുടങ്ങുന്നതിന് മുമ്പേ ആത്മീയ യുദ്ധം അകത്ത് നടക്കുകയാണ്. അതാണ് ദാവീദ് പറയുന്നത്, എത്ര നാൾ എന്റെ ആത്മാവിൽ വിചാരം പിടിച്ചിരിക്കും, എന്റെ ഉള്ളിൽ വിചാരം പിടിച്ച എന്റെ ഹൃദയത്തിൽ ദിവസം ദുഃഖം അനുഭവിക്കേണ്ടി വരും. അതിന്റെ രണ്ടാമത്തെ ഭാഗം ഇതാണ്, ഹൗ ലോങ് വിൽ മൈ എനിമി ബി എക്സോൾട്ടഡ് ഓവർ മീ? എത്രത്തോളം എന്റെ ശത്രു എന്റെ മേൽ ഉയർന്നിരിക്കും? And what you see contradicts what God has said. What you see contradicts what God has said. Cling to what God has said. നാം കാണുന്നത് ദൈവം പറഞ്ഞതിനോട് വിരുദ്ധമാണെങ്കിൽ ദൈവം പറഞ്ഞത് നാം പിടിച്ചിരിക്കുക. So the first thought is, when God feels silent, bring your honest cries to him. രണ്ടാമത്തെ പാർട്ട്,
when God seems absent, Amen. pray boldly for God to intervene. Hallelujah. ദൈവം അകന്നതായി തോന്നുമ്പോൾ Amen. ധൈര്യത്തോടെ ദൈവത്തോട് പ്രാർത്ഥിക്കണം. Yes. Verse 3 and 4. Amen. Verses 3 and 4. എന്റെ ദൈവമായ യഹോവയെ കടാക്ഷിക്കണമേ, എനിക്ക് ഉത്തരമല്ലണമേ. അവന്റെ പ്രാർത്ഥനയാണ്, കൺസിഡർ ആൻഡ് ആൻസർ മീ ഓ ലോർഡ് മൈ ഗോഡ്. Hallelujah. ഒന്നാമത്തെ വാക്യത്തിൽ ഇങ്ങനെയാണ്, ഓ ലോർഡ് എന്ന് മാത്രമേ ഉള്ളൂ. Amen. ദൈവമേ, യഹോവയെ എത്രത്തോളം നീ എന്നെ മറന്നുകൊണ്ടിരിക്കും. Yes. മൂന്നാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ കുറച്ചുകൂടി അടുപ്പം വരികയാണ്, ഓ ലോർഡ് മൈ ഗോഡ്. Amen. എന്റെ കർത്താവേ, എന്റെ ദൈവമേ. Amen. അവൻ അകന്നു മാറുകയല്ല, Amen. ഇനിയും അവൻ അടുത്തു വരികയാണ്. Amen. 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 വേദന അവനെ ദൈവത്തിൽ നിന്ന് അകറ്റിയില്ല, Hallelujah. അവൻ ദൈവത്തിലേക്ക് അടുപ്പിക്കുകയാണ് Yes. ചെയ്തത്. വേഴ്സ് 3 നമ്മൾ കാണുന്ന ഒരു ഭാഗമുണ്ട്, എന്റെ കണ്ണുകളെ പ്രകാശിപ്പിക്കണം. പ്രകാശിപ്പിക്കണമേ. എൻലൈറ്റൻ മൈ ഐസ്. റൂമിയാ കദോലി പത്തു. അതിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ റിവൈവ് മീ, സ്ട്രെങ്തൻ മീ, Amen. Amen. റിസ്റ്റോർ ഹോപ്പ് ഇൻ മീ ഓക്കേരെ മനഹസുദരാദോരു. എന്നൊക്കെയാണ്. കണ്ണുകൾ പ്രകാശിപ്പിക്കുക എന്ന് പറഞ്ഞാൽ എന്നെ പുതുക്കുക ദൈവമേ, Amen. Amen. എന്നെ ശക്തിപ്പെടുത്തുക, എനിക്ക് പ്രത്യാശ നൽകുക എന്നൊക്കെ. Amen. Hallelujah. ചിലപ്പോഴൊക്കെ ഏറ്റവും വലിയ അത്ഭുതം എന്ന് പറയുന്നത് നമ്മുടെ സാഹചര്യങ്ങൾ മാറുക എന്നുള്ളതല്ല, അല്ല, ഒരിക്കലുമല്ല. ദൈവം നമ്മുടെ കാഴ്ചപ്പാട് മാറ്റുക, Hallelujah. നമ്മുടെ കണ്ണുകളെ ദൈവം പ്രകാശിപ്പിക്കുക എന്നുള്ളതാണ്. Yes. Amen. Sometimes the greatest miracle of God is not changing your situation, Yes, yes. but changing your vision. Hallelujah. Verse 4 നമ്മൾ കാണുന്നതാണ്, ഞാൻ അവനെ തോൽപ്പിച്ചു കളഞ്ഞു എന്ന് ശത്രു, എന്റെ ശത്രു പറയരുത്. Hallelujah. ഇവിടെ ഡേവിഡ് is concerned about God's glory. Yes. തന്റെ പ്രയാസത്തിലൂടെ തന്നെ രക്ഷിക്കുക എന്നുള്ളത് ഒരു സത്യമാണ്, അതാണ് പ്രാർത്ഥിക്കുന്നതെങ്കിൽ പോലും Amen. ദാവീദ് പറയുന്നത്, എന്നെ തോൽപ്പിച്ചു കളഞ്ഞു എന്ന് ശത്രു പറയരുതേ. Hallelujah. ഞാൻ നിന്റെ മകനാണ്, Amen. എന്നെ ശത്രു തോൽപ്പിച്ചു കളഞ്ഞു എന്ന് അവൻ പറയരുത്. Amen. എന്റെ ദൈവത്തിന്റെ ഗ്ലോറി വെളിപ്പെടണം. Hallelujah. Amen. കൃപ. മൂന്നാമത്തെ ഭാഗം കൃപ. 5-6 വാക്യങ്ങളാണ്. Amen. Amen. When nothing has changed, Amen. trust God's loving kindness. Hallelujah. ഒന്നും മാറിയില്ലെങ്കിലും ദൈവത്തിന്റെ ദയയിൽ വിശ്വസിക്കുക. Hallelujah. ഇവന്റെ പ്രാർത്ഥനകൾക്ക്, ദാവീദിന്റെ പ്രാർത്ഥനകൾക്ക് ഒരു മറുപടി കിട്ടുന്നതായിട്ട് നമ്മുടെ ഈ വാക്യത്തിൽ ഒന്നും കാണുന്നു. Chagona Dios. Amen. Amen. അവന്റെ പെട്ടെന്ന് അവനെ ഈ മരുഭൂമിയിൽ നിന്നോ അല്ലെങ്കിൽ വിൽഡർനെസ്സിൽ നിന്നോ ദൈവം മാറ്റി രാജകൊട്ടാരത്തിൽ അവനെ രാജാവാക്കിയതായിട്ട് നമ്മൾ കാണുന്നില്ല. Hallelujah. 5-6 വാക്യങ്ങളാണ് Amen. നമ്മളെ വളരെ ശ്രദ്ധിക്കേണ്ട വാക്യം. Hallelujah. ഞാനോ നിന്റെ കരുണയിൽ ആശ്രയിക്കുന്നു, Amen. എന്റെ ഹൃദയം നിന്റെ രക്ഷയിലാണ്. ആനന്ദിക്കും. പറ, പറ, പറ. യഹോവ എനിക്ക് നന്മ ചെയ്തിരിക്കുന്നത് കൊണ്ട് കീഴൊക്കെയുണ്ട്, ഞാനൊരു പാട്ട് പാടും. ഓരോ. അഞ്ചാമത്തെ വാക്യത്തിൽ, but I have trusted in your loving kindness. Amen. Loving kindness എന്ന് പറഞ്ഞാല് the covenant love, the loyal love, Amen. unbreakable mercy ഒക്കെയാണ്. Hallelujah. Hallelujah. David chose to anchor himself in Amen. what he knows, Amen. not what he feels. Yes. തന്റെ വികാരങ്ങളിലല്ല, ദൈവത്തിന്റെ സത്യത്തിൽ തന്നെ തൂങ്ങി നിൽക്കുന്ന ഒരു ദാവീദ്. Hallelujah. അഞ്ചാമത്തെ വാക്യത്തില്, my heart shall rejoice in your salvation. എന്റെ രക്ഷയിൽ എന്റെ ഹൃദയം സന്തോഷിക്കും. സന്തോഷിക്കത്തക്കതായിട്ട് ഒന്നും ഇവിടെ ഇല്ല, കാണുന്നില്ല. Amen. 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 സാഹചര്യങ്ങൾ നോക്കിയാൽ അവന് സന്തോഷിക്കാൻ തക്കതായിട്ട് അവന് കാണുന്നില്ല. Amen. പക്ഷേ Amen. അവൻ പറയുന്ന ഒരു കാര്യമുണ്ട്, Amen. നിന്റെ രക്ഷയിൽ ഞാൻ ആനന്ദിക്കും. എന്റെ ഹൃദയം സന്തോഷിക്കും. ഓരോ. ഇതാണ് പ്രൊഫറ്റിക് ഫെയ്ത്ത്, ഇതാണ് പ്രവാചകമായ അല്ലെങ്കിൽ പ്രവാചനീയമായ ഒരു വിശ്വാസം. Amen. മോചനത്തിന് മുൻപേ Amen. തന്നെ സന്തോഷിക്കാം. Hallelujah. അവൻ അവിടെ നിന്നോട് പറയുകയാണ്, താൻ ആയിരിക്കുന്ന എല്ലാ പ്രതിസന്ധികളുടെയും മധ്യത്തിൽ നിന്നോട് പറയുകയാണ്, ഞാൻ നിന്റെ രക്ഷയിൽ സന്തോഷിക്കും. Hallelujah. നീ എനിക്ക് വേണ്ടി ഒരു രക്ഷ ഒരുക്കി വെച്ചിരിക്കുന്നത് ഞാൻ കാണുന്നു, അതിൽ ഞാൻ സന്തോഷിക്കും. Hallelujah. ആറാമത്തെ വാക്യത്തിൽ, Amen. യഹോവ എനിക്ക് നന്മ ചെയ്തിരിക്കൊണ്ട് ഞാൻ പാട്ട് പാടും. Yes, yes, yes. Hallelujah. Hallelujah. ദൈവം മുൻപ് വിശ്വസ്തനായിരുന്നു. Amen. ഇന്ന് ഞാൻ ദൈവത്തെ അറിഞ്ഞതല്ല, അല്ല. ഞാൻ ദൈവത്തെ അറിഞ്ഞിട്ട് കുറെ നാളുകളായി. ദാവീദിന്റെ മനസ്സിൽ ചിന്തയാണ്, Amen. ദൈവം അന്ന് എനിക്ക് വിശ്വസ്തനായിരുന്നു, Amen. ഇന്നും ദൈവം വിശ്വസ്തനാണ്. Amen. ഐ വിൽ സിംഗ് ടു ദ ലോർഡ്. ഞാൻ അവന് പാട്ട് പാടും, കാര്യം അവൻ എനിക്ക് വിശ്വസ്തനായിരുന്നു പണ്ട്, കഴിഞ്ഞ കാലങ്ങളിൽ വിശ്വസ്തനായിരുന്നു. Amen. അതുകൊണ്ട് ഇനിയുള്ള കാലത്തും അവൻ വിശ്വസ്തനായിരുന്നു. Hallelujah. പ്രത്യാശയോടെ അവൻ പാടുകയാണ്. Hallelujah. ഈ സങ്കീർത്തനം നമ്മളെ പഠിപ്പിക്കുന്ന ചില സത്യങ്ങളുണ്ട്. Amen. God invites honest lament. Amen. ദൈവം സത്യസന്ധമായ വിലാപം സ്വീകരിക്കുന്നു. സ്വീകരിക്കുന്നവരാണ്. Yes. God's silence is not his absence. Hallelujah. ദൈവത്തിന്റെ നിശബ്ദത അവന്റെ അഭാവമല്ല. അല്ല, ഒരിക്കലുമല്ല. Prayer turns despair into hope. Amen. പ്രാർത്ഥന നിരാശയെ പ്രത്യാശയാക്കുന്നു. Hallelujah. Trust
is grounded in God's character Hallelujah. and not in the circumstances. Amen. വിശ്വാസം സാഹചര്യത്തിലല്ല, Amen. ദൈവത്തിന്റെ സ്വഭാവത്തിലാണ്. Amen. Praise prepares the heart for victory. Amen. Hallelujah. സ്തുതി Amen. നമ്മുടെ ഹൃദയത്തെ വിജയത്തിനായി തയ്യാറാക്കും. Yes. അതാണ് ലാസ്റ്റ് വാക്യത്തിലെ ദാവീദ് പറയുന്നത്, യഹോവ എനിക്ക് നന്മ ചെയ്തിരിക്കുന്നു. നന്മ കാണാതെ തന്നെ നന്മ ചെയ്തിരിക്കുന്ന Hallelujah. ദാവീദിന്റെ ചിന്തകൾ മാത്രമല്ല ഇത്. Amen. നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ദൈവം നമ്മളെ നടത്തിയ വഴികളിൽ പലപ്പോഴും നാം ഇങ്ങനത്തെ ഒരു ജംഗ്ഷനിൽ എത്തിയിട്ടുണ്ട്. എനിക്ക് ദൈവത്തെ കാണണ്ട, ദൈവം എന്നെ സഹായിക്കേണ്ട ഈ സമയത്ത് വേറെ ഞങ്ങളുടെ ലൈഫിലെ എക്സാമ്പിൾസ് അനേകമുണ്ട്. അതൊന്നും വിശദമായിട്ട് എന്ത് പറയാൻ ഞാൻ സമയം എടുക്കുന്നില്ല. 2016 നവംബർ 14 ജെഫേഴ്സൺ യൂണിവേഴ്സിറ്റി ഹോസ്പിറ്റൽ അറൌണ്ട് 12 noon എന്റെ വൈഫ് ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് അവർ എടുക്കുമ്പോൾ she only had 11,000 platelets. നോർമൽ പ്ലേറ്റ്ലെറ്റ് ഉണ്ടെന്ന് പറഞ്ഞാൽ 140,000 to 400,000 ആണ്. She only had 11,000 platelets. അവളെ ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് കയറ്റുമ്പോൾ ഈ ക്വസ്റ്റ്യൻ എന്റെ മനസ്സിൽ വന്നു, ദൈവമേ നീ എവിടെ? എനിക്കിതിന് ഏറ്റവും കൂടുതൽ when our baby was born at 24 weeks and she went with the Lord in 10 days. Amen. And holding her in our hands, I asked this question, where are you, God? Hallelujah. I need you the most, where are you, God? We didn't get an answer then. We did not get an answer then. അന്ന് എനിക്കൊരു ഉത്തരം കിട്ടിയില്ല. We don't even have an answer now. Hallelujah. God gave abundant grace. Praise the Lord. God gave abundant grace. Hallelujah. നമ്മുടെ ജീവിതത്തിൽ പ്രയാസങ്ങൾ കൂടിയ സമയത്ത് അവിടുത്തെ കൃപ ധാരാളമായി. His answer was giving peace that passes understanding. All understanding. Yes. ഈ ചോദ്യം ദാവീദോ ജോസഫോ പൗലോസോ ഒന്നും അല്ല, മാത്രമല്ല ചോദിച്ചത്. ഏറ്റവും വലിയൊരു ചോദ്യം നാം കാണുന്നത് കാൽവരി ക്രൂശിലാണ്. Jesus prayed the ultimate how long question from the cross. My God, why have you forsaken me? Hallelujah. Jesus experienced God's silence, so you and I never have to. Amen. നിങ്ങൾ ഒരിക്കലും യഥാർത്ഥ ഉപേക്ഷിക്കപ്പെടാൻ അനുഭവിക്കരുതെന്ന് ഉറപ്പാക്കാൻ യേശു ദൈവത്തിന്റെ നിശബ്ദത അനുഭവിച്ചു. Because he was forsaken. God is near. God is listening. God is faithful. God is working even when unseen. നാം കാണാത്തപ്പോഴും ദൈവം The cross is the final answer. ക്രൂശ് ദൈവത്തിന്റെ അന്തിമ മറുപടിയാണ്. Where are you, God? എന്ന ചോദ്യത്തിന്റെ ഉത്തരം I am here. He is Emmanuel. He is God with us. വാക്കുകൾ ഇവിടെ ഉപസംഹരിക്കുമ്പോൾ when life presses you to ask this question, where are you, God? When I need you the most, the answer from Psalm 13 is Hallelujah. He hears your cry. Hallelujah. He sees your tears. Hallelujah. He is working in your silence. Hallelujah. He is faithful in His loving kindness. അവന്റെ ദയയും വിശ്വസ്തതയും ഒരിക്കലും മാറുകയില്ല. He will not abandon you. അവൻ നിങ്ങളെ ഒരിക്കലും ഉപേക്ഷിക്കുകയില്ല. And like David, you also will say, ദാവീദിനെ പോലെ നിങ്ങളും പറയും, I will sing to the Lord because He had dealt bountifully with me. കർത്താവേ, ഞാൻ പാടും, അവൻ എനിക്ക് ഉദാരം കാണിച്ചിരിക്കുന്നു, അവൻ എനിക്ക് നന്മ ചെയ്തിരിക്കുന്നു. എന്റെ വാക്കിൽ ഇവിടെ ചുരുക്കുമ്പോൾ നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം. Dear Heavenly Father, we come before you with honest hearts. Hallelujah. Sometimes we feel confused, Lord. Yes, Lord. We feel overwhelmed, Lord. Hallelujah. Or we sometimes feel afraid. Hallelujah. Like David, we ask, how long, Lord? Hallelujah. But today, through your word, you have reminded us that your silence is not your absence. Lord, you're always, your delays are not denials, Lord.
Lord, when we cannot feel you, അപ്പാ, teach us to trust you. trust you, Lord. Yes. When we cannot see your face, Hallelujah. help us to cling to your heart, Lord. Cling on to you, Lord. Yes. Hallelujah. കർത്താവേ, Hallelujah. അവിടുത്തെ സന്നിധി ഞങ്ങൾ അടുത്ത് വരുന്ന കർത്താവേ, കർത്താവേ, അവിടുന്ന് ആ ഏറ്റവും വലിയ വേർപാട്, ആ ഒരു forsakenness അനുഭവിച്ചതാണല്ലോ കർത്താവേ. കർത്താവേ, സ്തോത്രം. ദൈവം തന്റെ മുഖം തന്നോട് മുഖം മറച്ച ആ നിമിഷം ഞങ്ങൾ ഓർക്കുന്നു കർത്താവേ. കർത്താവേ, സ്തോത്രം. ഞങ്ങൾക്ക് വേണ്ടി ഞങ്ങളെ ഒരിക്കലും തള്ളിക്കളയാതിരിക്കേണ്ടത് പാപത്താൽ ഞങ്ങൾ ദൈവത്തോട് അകന്നു പോയപ്പോൾ കർത്താവേ, ഞങ്ങളുടെ പാപത്തിന്റെ കുറ്റം അവിടുത്തെ മേൽ ചുമത്തപ്പെട്ടപ്പോൾ കർത്താവേ, എന്റെ ദൈവമേ നീ എന്നെ കൈവിട്ടതെന്ന ചോദ്യം ഞങ്ങൾ ഓർക്കുന്നു. ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾ പ്രതിസന്ധികളിലൂടെ കടന്നു പോകുമ്പോൾ പലപ്പോഴും ദൈവമേ ആ ചോദ്യത്തിന് മുമ്പിൽ ഞങ്ങൾ എന്നാൽ അവിടുന്ന് ഞങ്ങളെ കാണുന്നു, അവിടുന്ന് ഞങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ദൈവമായി കർത്താവിൽ ആശ്രയിപ്പാൻ ഞങ്ങളെ സഹായിക്കണം. ഓരോ ദിവസവും ദൈവമേ ദൈവത്തിന്റെ കൃപയിൽ ആശ്രയിപ്പാൻ കർത്താവെ അവിടുന്ന് ഒരുക്കിക്കുന്ന രക്ഷ കണ്ട് അവിടുത്തെ സന്തോഷിപ്പാൻ ഞങ്ങളെ സഹായിക്കണം. ഈ ദിവസങ്ങളിൽ കർത്താവ് അതിനായി ഞങ്ങളെ ഒരുക്കണം. പ്രാർത്ഥനയുടേതിനായി സ്തോത്രം യേശുവിൻ നാമത്തിൽ തന്നെ.